എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീയുടെ ഇക്കിഴി അനലൈസിസ് വീഡിയോ ആണ് നമ്മുടെ ബ്രഹ്മയുഗം സിനിമ. അതിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളത് ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് മെയിനായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതിൽ എല്ലാം അറിയുന്ന ചാത്തൻ ആ താക്കോലെടുത്തത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത്. പിന്നെ അർജുന അശോകൻ്റെ അമ്മയുടെ പേരടക്കം ആൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് വരെ പറയുന്നുണ്ട് ചാത്തൻ. പക്ഷേ അതായത് ഇവർ ഇതിനു വേണ്ടി കരു നീക്കുന്നതും പല രഹസ്യങ്ങളും അവിടെ സംസാരിക്കുന്നതും പലയിടങ്ങളിൽ പോകുന്നതും ഒന്നും ചാത്തൻ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു പോരായ്മയല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ പറയാൻ പോവാണ്. അതുകൊണ്ട് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ പക്കായിട്ട് സ്പോയിലർ ഉണ്ടാവും. കട്ട സ്പോയിലറാണ് പറയാൻ പോകുന്നത്. യെസ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ ഓടിക്കൊള്ളണം. ഇവിടെ കഥ തുടങ്ങിയ ഇതിന്റെ പ്രദേശത്ത് പോലും കാണാൻ പാടില്ല. തുടങ്ങിയ പിന്നെ നിർത്തൂല. സിനിമ കഴിയുന്ന പോലെ തീരുമ്പോഴേ ഞങ്ങൾ നിർത്തുള്ളൂ. ഞങ്ങളിത് ഇപ്പൊ ചെയ്യേണ്ടെന്ന് കരുതിയതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഏതാണ്ട് യൂട്യൂബിലൊക്കെ ഇതിനായിട്ട് വേറെ വേറെ വീഡിയോസ് വരെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ പലർക്കും ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. അതെ. യെസ്. ഇത് എവിടെ നിന്നാണ് ഈ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാത്തൻ്റെ കഴിവ് അതെന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കാണ് ഈ ചോദ്യം. ഈ ചാത്തൻ ഇതിൽ അധികാരം, അതായത് ചാത്തൻ്റെ കഴിവ് എന്നുള്ളത് നമ്മളൊരു പ്രത്യേക സൂപ്പർ നാച്ചുറൽ പവറായിട്ട് കാണുന്നവർക്ക് ഇത് ഒരു ചോദ്യം തന്നെയാണ്. സംശയങ്ങൾ പലതും വരാം. അതെ, ഇത് ശരിക്കും ആൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 രീതിയിൽ തിരിച്ചു വെച്ചിട്ട് കമ്പയർ ചെയ്താൽ മതി. ശരിക്കും അത് മനസ്സിലാക്കണേ. അല്ലാണ്ട് അത് ഇത് മറ്റേ എന്താ പറയാ, ചാത്തൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു ആള് ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ഇവർക്ക് വരുന്നത്. ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ കഥാപാത്രം ഒരു കഴിവും ഇല്ലാത്തൊരാളാണ്. അങ്ങനെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ചാത്തൻ പല സമയങ്ങളിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അധികാരവർഗം എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് പല രീതിയിലുള്ള വഴികളാണ് അവർക്കുള്ളത്. ആദ്യം തുടക്കത്തിലേക്ക് വരാം. തുടക്കത്തിൽ ഒരു സാധാരണക്കാരൻ ആ ഒരു മനയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ മനയുടെ അധികാരം അടക്കി വാണ് അവിടെ എല്ലാം, അതായത് ഒരു പ്രത്യേക നിയമ സംഭവങ്ങൾ പോലും നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ചാത്തൻ എന്ന കഥാപാത്രം. ആ ആളാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ആൾ ആദ്യം ഈ സാധാരണക്കാരനെ എങ്ങനെയാണ് വരവേൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഥി, അതായത് ആൾക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള യോഗ്യത പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയോട് നല്ലൊരു മനുഷ്യനായിട്ടാണ് ആൾ ആദ്യം ഈ സാധാരണക്കാരൻ്റെ മുമ്പിൽ വരുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ എപ്പോഴും ആദ്യം, ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ മതി, ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് അത്. ആദ്യം അതിഥിയെപ്പോലെ സ്വീകരിക്കും. അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ആദ്യം തെറ്റിദ്ധരിപ്പിക്കും. അധികാരവർഗം ഒക്കെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളെ ഭയങ്കര സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുപോവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോർമലി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ പോലും അധികാരം എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രീയം ആ ഒരു ഇതിൽ നോക്കിയിട്ടാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയിൽ അധികാരം എന്ന് പറഞ്ഞൊരു സംഭവം അടയ്ക്കുവാണ് അവിടെ ജീവിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ആ ചാത്തനെ കാണിച്ചിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അതിഥിയായിട്ട് നമ്മൾ സ്വീകരിക്കും. ഈ സാധാരണക്കാരന് ഉടുക്കാനും കിടക്കാനും കഴിക്കാനും ഒക്കെ കൊടുത്ത് സ്വീകരിക്കും. അത്രത്തോളം ആതിഥ്യ മര്യാദയോടെയാണ് ആളെ സ്വീകരിക്കുന്നത്. ആ സമയത്ത് സാധാരണ ജനങ്ങൾ കരുതും, അടിപൊളി, ഭരിക്കാൻ യോഗ്യൻ ഇങ്ങേര് തന്നെ. അത് സാധാരണ തെറ്റിദ്ധാരണ. അതെ. അതിനുശേഷം മുന്നോട്ട് സഞ്ചരിക്കുന്നു. ചില കാര്യങ്ങളും ചില സംശയങ്ങളൊക്കെ വരുന്നു. ആ സമയത്ത് ഈ സാധാരണക്കാർക്ക് മനസ്സിലാവും, ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് മാത്രമല്ല, ഭയങ്കര ജ്ഞാനിയാണ്. അതായത് നമ്മളെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് ആൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അറിയാം. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനമാണ്. അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നതൊന്നല്ല. അതായത് എല്ലാം ഇവരടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ആ ടീമിന് അറിയാം എന്ത്, അവരവിടെ പട്ടിണിയാണെന്നും അവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം എന്താ, അധികാരത്തിലുള്ളവർ കൊടുക്കുന്നില്ലല്ലോ. ശരിക്കും സാധാരണ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കിയാലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അധികാരത്തിലുള്ളവർക്ക് എല്ലാം ഉണ്ട്. അവർക്ക് അറിയുകയും ചെയ്യാം ഇവിടെ പട്ടിണിയാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അറിയുകയും ചെയ്യാം. എന്നാൽ പോലും അവര് അത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവര് അതൊരു വശീകരിക്കുന്ന പോലെയാണ്. വിശന്ന് വരുന്നവന്
വിശക്കുന്നതിന് ഭക്ഷണം അവിടുന്ന് കൊടുത്തിട്ട് അവിടെ തന്നെ താമസിപ്പിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഞാൻ കൊടുത്തു എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. അതോടെ ഈ സാധാരണ ജനങ്ങൾ അതിൽ വിശ്വസിക്കുകയാണ്, നമുക്ക് പറ്റിയ ഒരാളാണ്, നേതാവാണ് എന്ന് കരുതുകയാണ്. പിന്നെ മാത്രമല്ല, ശരിക്കും എന്നെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നു. അതായത് അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയുടെ പേര് വരെ പറഞ്ഞ് ആളവിടെ എങ്ങനെ എത്തി എന്നുള്ളത് വരെ പറയുന്നുണ്ട്. ഇത് എപ്പോഴും ഇപ്പോൾ നമ്മുടെ വോട്ടൊക്കെ ചോദിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ പല സിനിമകളിൽ ഇത് അല്ലാതെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മുകേഷിന്റെ സിനിമകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതേതാ ടീം, ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി, അത് നമ്മുടെ മറ്റേ സന്ദേശത്തിലൊക്കെ ഇഷ്ടം പോലെ രാഷ്ട്രീയം ഹാസ്യരൂപേണ കാണിച്ചിട്ടുള്ള സിനിമ, അതിലൊക്കെ കൂടുതലും കാണിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതായത് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ആ വീട്ടുകാരെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് എന്ത് ചെയ്യും, അവരെ നിങ്ങളെ എനിക്കറിയേ, നിങ്ങൾ സ്വന്തമല്ലേ എന്നുള്ള രീതിയിലേക്ക് വശീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ, അതായത് ജ്ഞാനിയാണ്, എല്ലാം അറിയാം, അവർക്ക് വേണ്ടി ഈ അധികാരത്തിലുള്ള ആൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിപ്പിക്കുന്ന രണ്ടാമത്തെ ഘട്ടമാണത്. അപ്പോൾ ഇതിങ്ങനെയൊന്നല്ല, ആൾ ചതിയനാണ്, വിശ്വസിക്കുക എന്ന് പറഞ്ഞ് മറ്റൊരാൾ വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് ആ എതിർത്ത് വരുന്ന ആളെ എതിർക്കാനേ തോന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ഈ സിനിമയിൽ വ്യക്തമാണ്. അത് പക്കയായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അർജുന അശോകനും സിദ്ധാർത്ഥും തമ്മിൽ ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് അടുക്കളയിൽ. ആ സീനിൽ സിദ്ധാർത്ഥ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അർജുന അശോകൻ അത് കേട്ടിട്ട് സിദ്ധാർത്ഥിനോട് ചൂടാകുവാണ്. കാരണം ആള് നമ്മുടെ തമ്പുരാനാണ്, ഒരിക്കലും ജ്ഞാനിയാണ്, ഒരിക്കലും അതെ, അങ്ങനെ ഒരാളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിലൊരു പ്രശ്നമാവുകയാണ്. അതിനുശേഷം മുന്നോട്ട് സഞ്ചരിക്കുന്നു. പിന്നെ ആൾക്ക് മനസ്സിലാവുകയാണ് തൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ചെറിയൊരു സ്പാർക്ക് അടിക്കും, ചെറുതായിട്ട് മനസ്സിലാവും. അതിനുശേഷം മുന്നോട്ട് പോകുന്നു. പിന്നെ കാര്യങ്ങൾ, അതായത് ഇതിൽ അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രം ഒരു സാധാരണക്കാരൻ എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ ആൾ ഇതിൽ കാലം, അതായത് കാലം എല്ലാത്തിനെയും കർക്കശമായി എഡിറ്റ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ കാലാണ് ഈ അധികാരത്തിന് മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അത് ആൾക്ക് തന്നെ അറിയാം. അതായത് അധികാരത്തിലുള്ള എല്ലാവർക്കും അറിയാം കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും വെല്ലുവിളികൾ വരുന്നത്. തീർച്ചയായിട്ടും ആ വെല്ലുവിളികളായിട്ട് മാത്രമാണ് ഇതിലെ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു തവണ മാത്രമേ ഇതിൽ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നിനക്ക് ഇവിടുന്ന് പോകാൻ അവകാശമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചാ ജനിച്ചു, പിന്നെ മരണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അതിന്റെ ഒരു നേരെ അതിന് തൊട്ട് മുന്നേ ഉള്ള മമ്മൂക്കനെ പറയുന്ന ഒരു സംഭവം തന്നെ ഇതാണ്, ഈ അധികാരത്തിനെതിരെ സംസാരിച്ച് വരുന്നവരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടി. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അധികാരം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം, അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഇപ്പോഴും ഒരു എന്താ പറയാ, താഴെ നിൽക്കുന്ന ആൾ അത് അതേപോലെ തന്നെയാണ്. മുകളിലിരിക്കുന്ന ആള് ഭരിക്കുന്നു, താഴെ ഇരിക്കുന്ന ആള് അത് അനുഭവിക്കുന്നു. ഇത് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ചോദ്യം ചെയ്യപ്പെടും. അതാള് മനസ്സിലാക്കും. ആ മനസ്സിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട്, അതായത് പിന്നണിയിൽ തനിക്കെതിരെ, തൻ്റെ അധികാര കസേരക്കെതിരെ ഗൂഢാലോചനകൾ നടക്കും എന്നുള്ളത് അറിയാവുന്ന ആൾക്കാരാണ് ഈ ഭരണം അടക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവരോട് ചോദിക്കുന്നത്, എന്താണ് അടുക്കളക്കാരനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം. ഇതൊരു ഐക്യു പോലെയുള്ള സാധനം മാത്രമേ ഉള്ളൂ. അതായത് ആൾക്ക് അവിടെ നടന്നത് എന്താണെന്ന് അറിയില്ല, ആൾ ഊഹിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ എന്തോ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്താണത് എന്ന് ചോദിച്ചറിയാൻ ചെയ്യുന്നത്. അല്ലാതെ അതും അറിയാൻ കഴിയുന്ന ഒരാളല്ല അതിൽ ചാത്തൻ്റെ കഥാപാത്രം. അതായത് ഈ അധികാരം അടക്കി വെച്ചിരിക്കുന്നവർക്ക് ഭരിക്കാനോ അല്ലെങ്കിൽ മറ്റവരെ സേവിക്കാനോ ഒന്നിനും ഒരു കഴിവില്ല എന്നുള്ളത് തെളിയിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ ആൾ ചോദിക്കുന്നു, നിങ്ങൾ അടുക്കളയിൽ നിന്ന് എന്താണ് സംസാരിച്ചത്? അപ്പോൾ ആൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ കള്ളാണെന്നുള്ളത് മനസ്സിലാവുന്നേ ഉള്ളൂ. അതിനുശേഷം അവിടെ സിദ്ധാർത്ഥ് ഭരതൻ വരുന്ന കഥാപാത്രമുണ്ട്. അപ്പോൾ ആളവിടെ ധിക്കാരം പോലെ ആൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിൽ പോലീസുകാർ, അതായത് നിയമം ഉണ്ടല്ലോ, നിയമത്തിൻ്റെ സിംബോളിക് രൂപമാണ് നമ്മുടെ സിദ്ധാർത്ഥ് ചെയ്യുന്ന കഥാപാത്രം. മറ്റേ സാധാരണക്കാരൻ. അതെ, അപ്പോൾ എന്തും, അതായത് അധികാരം കൊണ്ട് നമ്മളിങ്ങനെ എല്ലാം ആജ്ഞാപിക്കും. ചെയ്യാൻ വിധിക്കപ്പെട്ട ആള് ഇതിൽ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്യുന്ന കഥാപാത്രമാണ്. ഇപ്പോൾ ആൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് ഭരതൻ കാലങ്ങളായിട്ട് അവിടെ ഉണ്ട്. ആൾ എന്തിനാണ്, ആളുടെ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ ആൾക്കറിയാൻ പറ്റണം. ആൾക്കതൊന്നും പറ്റുന്നില്ലല്ലോ. അതെ, മറ്റുള്ളവരെ എല്ലാരെയും കൊന്നു എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് സിദ്ധാർത്ഥ് ഭരതൻ എതിരെ നിൽക്കുന്നുണ്ടെന്നുള്ളത് അതിന് മുന്നേ പറയുന്നുണ്ട്. അതായത് വേറൊരാൾ ഇതേപോലെ അതിഥിയായിട്ട് വന്നപ്പോഴും അടുക്കളക്കാരനുമായിട്ട് സംസാരിച്ച് അയാൾക്ക് ചിത്തഭ്രമം ബാധിച്ച് പിന്നെ ഞാൻ കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം. കൊന്നു കളഞ്ഞു എന്ന് പറയുന്നില്ല, അതായത് ഞാനത് ഇല്ലാതാക്കി എന്ന് പറയുന്നത്. പക്ഷെ ആളെപ്പോഴും ആജ്ഞാപിച്ച് മറ്റൊരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അത് അത്രയും പേരെ കൊന്നതും ആ രീതിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം
ഇത് ഘട്ടത്തിലേക്ക് കിടക്കുക കേട്ടോ. അതായത് ഇവർ തനിക്കെതിരെ തൻ്റെ അധികാരത്തിനെതിരെ വരുന്നുണ്ടെന്ന് തോന്നിയ സമയത്ത് പിന്നെ ചെയ്യുന്നത് ഭയപ്പെടുത്തലാണ്. അതായത് ഭയം, നിങ്ങൾക്ക് എല്ലാത്തിനെയും പേടിയാണ്. അതെ, അപ്പോൾ നിങ്ങളെ അതായത് ഭയപ്പെടുത്തിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന ഒരാളാണ്, ഇതെല്ലാം ഇവിടെ എന്ത് നടന്നാലും എനിക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിപ്പോൾ അറിയാത്തവരുണ്ടല്ലോ, അതിപ്പോൾ ലൂപ്പ് ഹോളാണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്, എന്തുകൊണ്ട് ആ ചാത്തനത് അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നില്ലേ? അവർക്ക് ഇതേ സംഭവം തന്നെയാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ എത്രയായാലും പഠിക്കില്ല, നമ്മൾ പഠിക്കില്ല. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അത് ആ ഒരു സംഭവത്തെ നന്നായിട്ട് ഡയറക്ടർക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പത്തെ ഒരു രാഷ്ട്രീയം അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ പ്ലോട്ട് തന്നെ പറയാൻ പറ്റും, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഈ പേടിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം അതിഥിയായിട്ട് സ്വീകരിക്കുന്നു, ശേഷം ഉടുക്കാൻ വസ്ത്രവും പിന്നെ കിടക്കാൻ സ്ഥലവും ഫുഡും ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം ചതിയിലൂടെ ആളെ അടിമയാക്കുന്നു, വിശ്വസിപ്പിച്ച് അടിമയാക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അതെ, അതിനുശേഷം ആൾക്കെതിരെ തിരിയുന്നു എന്ന് തോന്നിയ സമയത്ത് ഭയപ്പെടുത്തുന്നു. ഇത് രാഷ്ട്രീയക്കാരുടെ എപ്പോഴുമുള്ള ഓരോ ഘട്ടങ്ങളാണ്. ആ ഭയപ്പെടുത്തുന്ന ലെവല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്കറിയാം എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ്. ആ തോന്നിപ്പിക്കലിലാണ് ഈ സാധാരണ പ്രേക്ഷകർ ചിലർക്ക് ഇത് മനസ്സിലാവാതെ വന്നത്. അതായത് ഇത് ലൂപ്പ് ഹോളാണ്, എന്തുകൊണ്ട് അത് പറ്റിയില്ല, എല്ലാം അറിയുന്ന ചാത്തൻ എന്തുകൊണ്ട് ആ ചാവി എടുത്ത് അറിഞ്ഞില്ല, ഇവര് തമ്മിൽ സംസാരിച്ചത് അറിഞ്ഞില്ല, ഇവര് പ്ലാൻ ചെയ്ത് അറിഞ്ഞില്ല. അതെ, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരു കഴിവില്ല എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിപ്പിക്കും, തനിക്കെല്ലാ കഴിവുണ്ട്, നിങ്ങളെ ഭരിക്കാൻ എനിക്കാണ് യോഗ്യത എന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. അതിനുള്ള കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ശരിക്കും ചാത്തൻ. അതാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അധികാരം മാത്രമുണ്ട്. അതെ, ഇത് വേണം അവർക്ക്. അതിനുവേണ്ടി അവര് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾ. ഇതാണ് അതിന്റെ സത്യം. കാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. അത് തന്നെ, അതിങ്ങനെ നമ്മൾ മുന്നിലേക്ക് കാണിച്ചു തന്നു മാത്രം. ഇതിൽ ഒരു കഴിവില്ല എന്നുള്ളത് തെളിവാണ്. സിദ്ധാർത്ഥ് ഭരതൻ തല താഴ്ത്തുന്നില്ല. തല താഴ്ത്തു നായ എന്ന് പറയുമ്പോൾ തല താഴ്ത്തുന്നില്ല. അപ്പോൾ ആളുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൊല്ലാനൊന്നും കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ അവനൊരു കുഴി വെട്ട് എന്ന് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ മുകളിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ പോലീസിനോട് പറയുന്നത് പോലെ. അപ്പോൾ കുഴി വെട്ടുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ ആരാ? സിദ്ധാർത്ഥ ഭരതനാണ്. അപ്പോൾ അത് നിയമത്തിൻ്റെ പവർ ആൾക്കുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു സാഹചര്യത്തിൽ കുടമൻ പോറ്റി ആൾറെഡി അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആളെല്ലാം മറന്ന് ജീവിത ലക്ഷ്യം പോലും മറന്ന് അങ്ങ് തീരുകയാണ്. അല്ലാതെ കൊല്ലുന്നൊന്നല്ല അപ്പോഴും. അപ്പോൾ ഞാൻ കൊല്ലുന്നു, ഞാനെല്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട്, എനിക്കെല്ലാ പവറും ഉണ്ട് എന്ന് ഈ അർജുന അശോകനോട് പറഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ചാത്തൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു, പവറുകൾ ഇല്ലാതാവുന്നു. അതായത് ഈ സാമ്രാജ്യം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സമയം. തുടക്കം മുതലേ കാണുന്നുണ്ട് ഓടിളകിയിരിക്കുന്നതും അതിനുശേഷം മഴ പെയ്യുന്നതും. ഈ മഴ പെയ്യുന്നത് ആൾ പ്രവചിക്കുന്നുണ്ട്. അത് ചിലർക്ക് അങ്ങനെ കഴിവുണ്ട്, പണ്ട് മുതലുള്ളൊരു കഴിവുണ്ട്. അത് അങ്ങനത്തെ ചില ഗിമ്മുക്കുകൾ മാത്രം വെച്ചിട്ടാണ് എല്ലാ കഴിവുണ്ട് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും ചാത്തന് കഴിവുകൾ ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള കഴിവുകളല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കാം. അത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് മുന്നോട്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ കഴിവുള്ളൊരു വ്യക്തിയാണ് ഇവൻ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഓക്കെ, ഏറ്റവും നല്ല കഴിവുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതാണ്. അതായത് അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രത്തിനോട് സിദ്ധാർത്ഥ ഭരതൻ ചോദിക്കുന്നുണ്ട്, വന്ന് പെട്ടതല്ലേ, അല്ല കൂട്ടിക്കൊണ്ടതല്ലോ. അതായത് നമ്മൾ തീരുമാനിച്ച അധികാരത്തിൽ കയറ്റിയാണ് ഇവരെയൊക്കെ, അതെ. എന്നിട്ട് ഒരു സമയത്ത് ആളെല്ലാം മറന്നുപോകും. അത് തൻ്റെ പേര് മറന്നുപോകും, തൻ്റെ അമ്മയുടെ പേര് മറന്നുപോകും, എല്ലാ സംഭവങ്ങളും മറന്നുപോകും. പക്ഷേ ആൾക്ക് അതിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം എന്താണെന്നുള്ളതും അവിടെ എന്താണെന്നുള്ളത് നടക്കുന്നതെന്നും അവിടെ മറ്റേ പകിട കളിക്കുന്നുണ്ടെന്നും പകിട കളിച്ചാൽ മാത്രമേ ചാത്തൻ വരുള്ളൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ. അതായത് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ താക്കോല് വേണമെന്നുള്ളതും അതൊക്കെ ആൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ സിദ്ധാർത്ഥ ഭരതൻ അവിടുത്തെ അടുക്കളക്കാരനാണെന്നുള്ളതും, അതായത് തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ആളുടെ കൂടെ ചേരണം എന്നുള്ളതും ഒക്കെ ആൾക്ക് എന്താ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ അസ്തിത്വം ഉണ്ടല്ലോ, നമ്മുടെ ശരിയായ സംഭവങ്ങൾ, ഇപ്പോൾ നമ്മളെന്താണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ സംഭവം മാത്രമേ മറന്നു പോകുന്നുള്ളൂ. അത് രാഷ്ട്രീയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അന്ധത ബാധിച്ചാൽ അത് ഫാനിസോ ഒക്കെ അതിൽ പെടും. എല്ലാത്തിലും മതത്തിലായാലും ജാതിയിലായാലും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ രീതിയിലും പണ്ട് മുതലേ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളങ്ങനെ അതിലാണ്ട് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അന്ധമായിട്ട് ആ സമയത്ത് വീടോ വീട്ടുകാരെ കുറിച്ച് പോലും ചിന്തിക്കാറില്ല, മറന്നുപോകും. നമ്മൾ കാണാറുള്ള സംഭവങ്ങൾ അതുപോലൊക്കെ തന്നെ ആളെന്തായിരുന്നു എന്നുള്ളത് പോലും മറന്നുപോകും. അതായത് ഇത്രേ ഉള്ളൂ,
തനിക്ക് വിദ്യാഭ്യാസം വേണ്ട, തനിക്കിവിടെ ഹോസ്പിറ്റൽ വേണ്ട, തനിക്കിവിടെ ആരാധനാലയങ്ങൾ മതി എന്ന് വിളിച്ച് പറയുന്ന ഒരു ജനത ഇപ്പം ഉണ്ട്, കണ്ടിട്ടില്ലേ? അതാണ് ഇത്. ആ സമയം ആ ഒരു ഘട്ടമാണ് ഇതിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അങ്ങനെ ചിലതൊക്കെ മറന്നു പോകുന്നു. എന്നാൽ മത്ത് പിടിപ്പിച്ച ചില സംഭവങ്ങളുണ്ടല്ലോ, അത് മാത്രം അവർക്ക് ധാരണ ഉണ്ട്, ഭ്രമിപ്പിച്ചത്. അതിനുശേഷം അതിനെ മറികടന്നു പോകുന്നു. പിന്നെ ശക്തമായ ചില കഴിവുകൾ ആളിൽ നിന്ന് എടുത്തു പോകുന്നു. അതായത് താക്കോലെടുത്തത് എന്തുകൊണ്ട് ആളറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കതിനുള്ള കഴിവില്ല. തനിക്ക് കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടുള്ളൂ. അതായത് സ്വന്തം കോന്തലക്കലുള്ള കീ, അതായത് തൻ്റെ അധികാരം നിലനിർത്താനുള്ള കീ എന്താ, എങ്ങനെ സംരക്ഷിക്കണമെന്ന് പോലും അറിയാത്ത ഒരു അധികാരവർഗ്ഗമാണ് ഇവിടെ ഉള്ളത്. സത്യം. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞു. എന്തിനാണ് ചാത്തൻ എല്ലാ കഴിവുണ്ടെങ്കിൽ ചാത്തൻ എന്തിന് ഈ വിളക്ക് കെടാവിളക്കിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തണം? പേടി കാരണം. അത് ആര് പോയി കെടുത്തിയാലും അത് സിമ്പിളായിട്ട് പോയിട്ട് സിദ്ധാർത്ഥ് കെടുത്തുന്നുണ്ട്. അത് പറഞ്ഞാൽ അറിയാൻ പറ്റൂല, അത് അറിയുന്ന പോലെ. അതെ, സാമ്രാജ്യം നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ആ അധികാരത്തിലുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ല, അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല. അവിടെ ചിന്ത ആ മഴ നിന്ന് പോകുന്നത് ആളുടെ ശക്തി കുറയുന്നതിന്റെ ഇത് കാണിച്ച ലക്ഷണങ്ങളാണ്. അതായത് ഒരു കാലം കഴിഞ്ഞാൽ എത്ര വലിയ ഭരണാധികാരിയാണ്, അധികാരമോഹിയാണെന്ന് പറഞ്ഞാലും ഒരു കാലം കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. ആ സമയം മുതൽ അവരുടെ പതർച്ച തുടങ്ങുന്ന ടൈമാണ് എന്നുള്ളതാണ് അതിനകത്ത് പക്കയായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം തൻ്റെ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഭയത്താൽ ആൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാ അധികാരത്തിലുള്ളവരും ഇങ്ങനെ ചെയ്യും. അതായത് ആദ്യം സാധാരണക്കാരെ ആദ്യം ഭയപ്പെടുത്തും, ശേഷം കാരാഗൃഹത്തിലടക്കും. അതായത് അർജുനാശോകനെ അതിൽ ചെയ്യുന്നുണ്ട്. അതിനെയും മറികടന്ന ആള് പുറത്ത് വരുമ്പോൾ പിന്നെ ആള് അടുത്ത, അതായത് വേറെ ഐഡിയാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ഭരതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി ഫിസിക്കലി അല്ലായിരിക്കും, ഇനി മാനസികപരമായിട്ടായിരിക്കും നമ്മളെ വീഴ്ത്തുക. അല്ലെങ്കിലും അധികാരത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാം. ചരിത്രങ്ങളിൽ പറയുന്ന തടങ്കലിലടക്കുക, അവരെ ഭയപ്പെടുത്താൻ നോക്കും, മാക്സിമം അവരെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യും അധികാരമുള്ള ആൾക്കാർ. ആ സംഭവം തന്നെയാണ് ഇതിലും കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിന് മറികടക്കുമ്പോൾ അവർ അടുത്ത ഒരു തന്ത്രം എടുക്കും. ആ തന്ത്രമാണ്, അതായത് നിങ്ങളിൽ ഒരാളാണ് ഞാൻ, വാടാ അടുത്ത് വാടാ, ഞാൻ നിന്റെ അച്ഛനാടാ എന്ന് പറയുന്നത് പോലെ സിദ്ധാർത്ഥിനോട് ഞാൻ നിങ്ങളുടെ ആളാണ്. അതിന് കുലം പറയും, ജാതി പറയും, ബന്ധങ്ങൾ പറയും, നമ്മളൊക്കെ ഒന്നാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇതിന് ശ്രമിക്കും. അതിന് മറികടന്ന് അപ്പോഴും ഈ അധികാരത്തെ, അതായത് ഇവരെ തുടച്ചു നീക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അടുത്തതാണ് ലെവലിലേക്ക് അക്രമ സംഭവം പോലെ ശ്രമിക്കുന്നു. അതിനുശേഷം തീരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നീ മുടിഞ്ഞു പോകൂടാ, ശപിച്ചില്ലാണ്ടാക്കി. കാരണം ഇതാണ് അവസാനം. കാരണം അധികാരമാണ് ഇവരുടെ ഏറ്റവും വലുത്. ആ അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാം ഭരിച്ച് നമ്മുടെ ആജ്ഞകൾ കേൾക്കാൻ ആൾക്കാര്, നമ്മളെ എന്താ അടിമയാക്കി വെക്കാൻ ആൾക്കാര്. അപ്പൊ ആ ഒരു അധികാരം എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് പറയുമ്പോൾ ആ ഒരു സംഭവമാണ് ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് മൊത്തം കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ ലൂപ്പ് ഹോളായിട്ട് കണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാം അറിയുന്ന ചാത്തനല്ല അതിലുള്ളത്, അത് എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത് നമ്മളെയും അതിലെ കഥാപാത്രങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലൂപ്പ് ഹോളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സംഭവം സിമ്പിളാണ് കാര്യം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അർജുനാശോകനും സിദ്ധാർത്ഥും മാത്രമായി മാറുന്നു. ശേഷം അവിടെ സംഭവിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ അധികാരത്തിലേക്കുള്ള മോഹവും കാര്യങ്ങളുമാണ്. ആ സമയത്ത് ചാത്തൻ തല താഴ്ത്തുന്നുണ്ട്, അതായത് ഞാനാണ് നിൻ്റെ യജമാനൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ അടിമത്തം വരുന്നത് ചാത്തനാണ്. ചാത്തനയുടെ അടിമയായി മാറി എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. പക്ഷേ അധികാരം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ, അതായത് ഈ ജാതി വെറിയുള്ള ആൾക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നുന്ന ഇതിലെ നായകൻ അർജുനാശോകനാട്ടോ. നന്മയുള്ള ആള്, വെളുപ്പിന്റെ ഭക്ഷണം നിൽക്കുന്ന ആള്. എപ്പോഴും നായകൻ എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ് നന്മയുള്ള അങ്ങനെ ഒരു ഇതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലെ നായകൻ അർജുനാശോകനാണ്. കാരണം നന്മയാണ്, എപ്പോഴും ആളൊരു പാവമാണ്, നിഷ്കളങ്കനാണ്. അതെ, സാധാരണ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാള്. നമ്മുടെയൊക്കെ സിംബോളിസം അതാണ് ആള്. അങ്ങനെ ആള് ഈ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് അതിനേക്കാളും അപ്പുറം, അതായത് എല്ലാം കൊണ്ടും പവർ കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു അടുത്ത ടീം വരികയാണ്, പോർച്ചുഗീസുകാർ.
അങ്ങനെ അവിടേക്ക് അടുത്ത ടീം വരുന്നു, നമ്മൾ അടിമകളാക്കുന്നു. ഇതാണ് എന്നും എപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിമ എന്നും അടിമയൊക്കെ തന്നെയാണ്. ഈ പുറത്തിങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമ്മളൊക്കെ ഓരോരുത്തരെയും ഓരോ ഇതിന്റെയും അടിമകളായിക്കെ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. ഇപ്പൊ ലൂപ്പ് ഹോളായിട്ട് വീഡിയോ ചെയ്തവരില്ലേ, അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോഴും നല്ല കഴിവുള്ളവരാണ് നമ്മൾ കയറ്റി വിട്ടുള്ളത് എന്നുള്ള ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരുടെ തെറ്റും കുറവുകളും ഒന്നും കാണാതെ നല്ലത് മാത്രം അവർക്ക് ഭയങ്കര കഴിവാണ് എന്ന് വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവരവിടെ നിൽക്കുന്നത്, അവരവിടെ നിന്ന് പോകുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ അർജുന അശോകനൊക്കെയാണ്. അതെ, കാരണം ആ ഒരു ക്യാരക്ടറാണ് നമ്മൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അയാളെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അയാൾ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു തന്നാൽ പോലും നമ്മളൊന്നും വിശ്വസിക്കില്ല. കാരണം നമ്മൾ ഭ്രമിച്ച് നിൽക്കാണ്. ഇത്രയും എന്തൊരു തേജസ്, എന്തൊരു അടിപൊളി അധികാരം, അതായത് മറ്റുള്ളവരെ കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള അതിൽ ഭ്രമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഇപ്പോഴും. ശരിക്കും ഒരു കഴിവില്ല. അതായത് എന്തുകൊണ്ടാണ് ആ താക്കോല് ആളറിയാതെ സിദ്ധാർത്ഥ ഭരതൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമമാണല്ലോ, നിയമം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് സിമ്പിളായിട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് ഒരിക്കലും അതിനുള്ള കഴിവില്ലാത്ത ഒരാളാണ് അതിൽ ചാത്തൻ. പേടിയുള്ള എന്നാൽ ഉറക്കമില്ലാതെ ഇതിൻ്റെ മുകളിൽ ഉലാത്തുന്ന ഒരാളാണ്. ആളവിടെ വരുമോ എന്നുള്ളത് പോലും അറിയാതെ, അതായത് ഭയങ്കര ജ്ഞാനിയായിരുന്നെങ്കിൽ ആൾക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അവിടെ അർജുന അശോകനൊക്കെ സിദ്ധാർത്ഥ ഭരതൻ വരുന്നതൊക്കെ ആൾക്ക് അറിയാൻ പറ്റുമല്ലോ, എത്രയോ എല്ലാ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരം എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് ഇതിനകത്ത് മൊത്തം ചെയ്തത്. ഇനി ഈ അധികാരം നഷ്ടപ്പെടാനാകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടാൻ പോകുന്നത് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും എല്ലാ സംഭവങ്ങളുമായിട്ട്. ഇപ്പത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷനും ഈ സിനിമയായിട്ട് നന്നായിട്ട് ബന്ധം ഉണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഇത് നമ്മളിന്ന് ഈസി ആയിട്ട് പറഞ്ഞതാണ്, കുറച്ചും കൂടി സംഭവങ്ങൾ ഇതിൽ കൂടുതലായിട്ട് പറയാനുണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാം. അതായത് ഒരുപാടുണ്ട്. അതായത് നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം ഇത് മാത്രമല്ല, അതിന് ഒരുപാട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നിയ കാര്യം നിങ്ങളെയും കൂടെ അറിയിക്കണം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനി മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.